ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയിലേക്ക് 40 ദിവസങ്ങൾ നീളുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ ദൈവം തരുന്ന ഈ കൃപ നിറഞ്ഞ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും നിങ്ങളെ കാണുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അനുഗ്രഹമാവുന്ന ഈ 40 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ വഴി വലിയൊരു ആത്മീയ നേട്ടം കൈവരിക്കാൻ കഴിയും എന്ന ആ ആഹ്ലാദമാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ബലിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോയതിനെ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ കുരിശിലെ ബലിയുമായി ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ കുരിശിലെ ബലിയും പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി ഈ ഉൽപ്പത്തി 22-നെ നമുക്കൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. നമ്മൾ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ട ഈ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഭാഗം ഞാൻ പറഞ്ഞിരുന്നു, പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കൊരു 7 കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ സമാപനമായി ഉപസംഹാരം എന്നോണം ഒരു 8-ാമത്തെ കാര്യം കൂടി കണ്ടുകൊണ്ട് ഈ ചിന്തകൾ ഉപസംഹരിക്കാം. ഒന്നാമത്തേത്, ദൈവപിതാവും അതുപോലെ തന്നെ അബ്രഹാമും 2 പേര് കാലഘട്ടത്തിൻ്റെ 2 തലങ്ങളിൽ 2 ടൈം പീരീഡിൽ നിൽക്കുകയാണ്. 2 പേരും അവർ സ്നേഹിക്കുന്ന ഏക മകനെയാണ് ബലി കഴിക്കാൻ പോകുന്നത്. ദിവ്യകാരുണ്യവുമായി ഈ ഭാഗത്തിനുള്ള പ്രധാനപ്പെട്ട ബന്ധം അതാണ്. അബ്രഹാം ബലി കഴിക്കുന്നത് താൻ സ്നേഹിക്കുന്ന ഏക മകനെയാണ്. പിതാവായ ദൈവം കുരിശിൽ ബലിയാക്കാൻ പോകുന്നത് തൻ്റെ ഏകജാതനെയാണ്. 2-ാമത്തെ സാദൃശ്യം മോറിയ മലയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിച്ച മല മോറിയ മലയാണ്. ആ മോറിയ മലയാണ്, ആ മലയുടെ മറ്റൊരു ഭാഗമാണ് കാൽവരി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇസഹാക്കിൻ്റെ ബലിയും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണമെന്ന ബലിയും നടക്കുന്നത് ഒരേ മലയുടെ 2 ഭാഗങ്ങളിലാണ്. അതൊരു പർവ്വതമാണ്. 3-ാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത്, ഇസഹാക്ക് വിറകുകെട്ട് ചുമന്ന് ഈ മലയിലേക്ക് പോകുന്നു. അത് മരം വെട്ടിക്കീറി ഉണ്ടാക്കിയ വിറകാണ്. യേശുക്രിസ്തു കുരിശ് ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് പോകുന്നു. അതും മരക്കുരിശാണ്. 4-ാമത്തെ സാദൃശ്യം, ഒരു ചോദ്യം ഈ 2 മക്കളും ചോദിക്കുന്നുണ്ട്. അപ്പനോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്, ഇസഹാക്ക് ചോദിക്കുന്നത്, അപ്പാ തീയും വിറകുമുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? ഈശോ ചോദിക്കുന്നത്, അപ്പാ നീ പോലും എന്നെ കൈവിട്ടതെന്താണ്? ആദ്യത്തെ മകൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി, കുഞ്ഞാടിനെ ദൈവം തരും. 2-ാമത്തെ മകൻ യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നില്ല, പക്ഷേ പിതാവ് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനി 5-ാമത്തെ സാദൃശ്യം, ഈ മക്കൾ നടത്തിയ ബലി അർപ്പിക്കപ്പെടാൻ നടത്തിയ സ്വയം സന്നദ്ധതയാണ്. സബ്മിസീവ് ഡിസിഷനാണ്. അവർ 2 പേരും ഈ ബലി അർപ്പിക്കാൻ സ്വയം വിട്ടുകൊടുത്തു. ഇസഹാക്ക് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ഈ ബലി നടക്കുന്ന സമയത്ത് തീരെ ചെറിയ ഒരു കുട്ടിയല്ല, ഒരൊത്ത ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഈ കുട്ടി, ബാലൻ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതല്ല. അപ്പോൾ ഇവന് കൗമാരം കഴിയുന്ന യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അവനെ പ്രായമായ വൃദ്ധനായ അബ്രഹാമിന്
നിർബന്ധിച്ച് ഈ വിറക് കെട്ടിന്മേൽ കിടത്താൻ പറ്റില്ല, ബലം പ്രയോഗിച്ചും പറ്റില്ല. അവനതിന് കീഴടങ്ങണം. അതുകൊണ്ട് യഹൂദ റബ്ബിമാർ പറയാറുണ്ടായിരുന്നു, ഇസഹാക്ക് സ്വമനസാലയാണ്, സ്വന്തം സന്നദ്ധത പ്രകടിപ്പിച്ച് തന്നെയാണ് ഈ ബലി അർപ്പിക്കപ്പെടാനുള്ള വിറക് കെട്ടിൻ്റെ മേൽ കിടക്കുന്നത്. അതുതന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ജീവൻ ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, മറിച്ച് ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇസഹാക്കും യേശുവും ഈ ബലിയർപ്പിക്കപ്പെടാനുള്ള തങ്ങളുടെ സന്നദ്ധത സ്വയമാണ് ഏറ്റെടുക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള നമ്മൾ കാണുന്ന ഈ താരതമ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട തലം. അത് 5-ാമത്തേതാണ്. 6-ാമത്തേത്, ഈ കുഞ്ഞാടിനെ ദൈവം തരും മകനെ എന്ന് അബ്രഹാം പറയുന്നുണ്ട്. ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം തരും. യഹോവ യിരേ, ദൈവത്തിൻ്റെ മലയിൽ ദൈവം വേണ്ടത് പ്രദാനം ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ കുഞ്ഞാടിനെ ദൈവം തരും എന്ന് അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കുഞ്ഞാടിനെ ദൈവം കൊടുത്തോ? കുഞ്ഞാടിനെ ദൈവം കൊടുത്തു എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാൻ കാരണം, ഈ മലമുകളിൽ കൊമ്പുകൾക്കിടയിൽ, മുൾപ്പടർപ്പിനിടയിൽ ആ കൊമ്പ് ഉടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു, അബ്രഹാം അതിനെ ബലിയർപ്പിച്ചു എന്ന് വായിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞാടിനെ ദൈവം തന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യഹൂദന്മാർ എപ്പോഴും വിശ്വസിച്ചിരുന്നത് അബ്രാഹാം പ്രവചിച്ച് പറഞ്ഞ കുഞ്ഞാടിനെ ദൈവം തരുമെന്ന പ്രവചനം പൂർത്തിയായിട്ടില്ല എന്നായിരുന്നു. അതിനവർ പറയുന്ന ന്യായം, ദൈവം കൊടുത്തത് കുഞ്ഞാടിനെയല്ല മുട്ടാടിനെയാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ വ്യത്യാസം കുറച്ചുകൂടെ പ്രകടമാണ്. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ലാമാണ്, LAMB. മുട്ടാട് റാമാണ്, RAM. അപ്പോൾ ദൈവം കൊടുത്തത് കുഞ്ഞാടിനെ അല്ല, ലാമിനെയല്ല, റാമിനെയാണ്. കുഞ്ഞാടിനെ അല്ല, മുട്ടാടിനെയാണ്. കൊമ്പുടക്കി കിടക്കുന്നത് മുട്ടാടാണ്. അതുകൊണ്ട് ആ കാലം മുതൽ പിന്നീട് ക്രിസ്തുവിൻ്റെ കാലം വരെയും യഹൂദന്മാർ ഇങ്ങനെ പറയുമായിരുന്നു, കുഞ്ഞാടിനെ ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു അൺഫുൾഫിൽഡ് പ്രോമിസാണ്, നിറവേറാത്ത പ്രവചനമാണ്, നിറവേറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് അവർ ഈ കുഞ്ഞാടിന് വേണ്ടി കാത്തിരുന്നു. ഓരോ പ്രഭാതത്തിലും രാവിലെ 9 മണിക്കും മധ്യാഹ്നത്തിൽ 3 മണിക്കുമായിരുന്നു യഹൂദൻ്റെ ദേവാലയത്തിലെ ബലി നടന്നിരുന്ന സമയം. രാവിലെ 9 മണിയുടെ ബലിയെ വിളിച്ചിരുന്നത് പ്രഭാത ബലി എന്നാണ്. വൈകുന്നേരം 3 മണി, ഉച്ചതിരിഞ്ഞ് 3 മണിക്കുള്ള ബലിയാണ് അവർ സായാഹ്ന ബലി എന്ന് വിളിച്ചിരുന്നത്, ഈവനിങ് സാക്രിഫൈസ്. അപ്പോൾ രാവിലെ 9 മണിക്കും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും പ്രഭാത ബലിയിലും പ്രദോഷ ബലിയിലും യഹൂദ പുരോഹിതന്മാർ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, നീ കുഞ്ഞാടിനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞാടിനെ തരണമേ. അങ്ങനെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ആ പ്രസിദ്ധമായ പ്രസ്താവനയെ മനസ്സിലാക്കാൻ. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ക്രിസ്തു വരുന്നത് വരെയും അബ്രഹാം പറഞ്ഞ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണുന്ന 6-ാമത്തെ കാര്യം. കുഞ്ഞാടിനെ ദൈവം തരും എന്ന് അബ്രഹാം പറഞ്ഞ പ്രവചനം യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആവുന്നത് യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വരുമ്പോൾ മാത്രമാണ്. 7-ാമത്തെ കാര്യം, നമ്മൾ ഈ 22-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്. വാക്യം 18 22:18. വചനം എങ്ങനെയാണ്? നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ സന്തതികളിലൂടെ എന്നല്ല, സന്തതിയിലൂടെ എന്നാണ്. ഫ്രം യുവർ സീഡ്, നിൻ്റെ സന്തതിയിലൂടെ എന്നാണ്, സന്തതികൾ അല്ല. അത് സിംഗുലറാണ്. ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിൻ്റെ ഒരേ ഒരു സന്തതിയുടെ പേര് യേശു എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ യേശു എന്ന ഏക അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ മാത്രമാണ് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഇസഹാക്കിലൂടെ അല്ല, അബ്രഹാമിൻ്റെ വേറെ ഒരു മകനിലൂടെയല്ല, ഒരു തലമുറയിലൂടെയുമല്ല. ലോകത്തുള്ള 5 ഭൂഖണ്ഡങ്ങളിലും മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടത്
യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന അബ്രഹാമിൻ്റെ സന്തതിയിലൂടെയാണ്. അതുകൊണ്ട് ഈ 22:18 ഈസ് എ ഡയറക്റ്റ് റെഫറൻസ് ടു ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 7 കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഈ 7 കാര്യങ്ങളും യേശുക്രിസ്തുവിൽ മാത്രമാണ് പൂർത്തിയാവുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ ഈ അബ്രഹാമിൻ്റെ ബലിയെ കാണുമ്പോൾ എന്താണ് നമ്മുടെ ടേക്ക് അവേ? നമ്മളെന്താണ് ഇതിൽ നിന്ന് എടുക്കേണ്ട പാഠം? സത്യത്തിൽ നമ്മൾ 2 മക്കളെ ഒരേ മലയിൽ ഒരുമിച്ച് നിർത്തി കാണണം. പഴയ നിയമത്തിൽ നിന്ന് ഇസഹാക്കിനെ കൊണ്ടുവന്ന് ആ മോറിയ മലയിൽ നമ്മൾ നിർത്തുകയാണ്. പുതിയ നിയമത്തിൽ നിന്ന് കർത്താവ് ഈശോ മിശിഹായും ഈ കാൽവരി മലയിൽ, മോറിയ മലയുടെ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവർ 2 പേരും നിൽക്കുമ്പോൾ 2 മക്കൾ, എന്തായിരുന്നു ഈ 2 പേരുടെയും തലവര? ഒരാളുടെ തലവര അയാളെ വെറുതെ വിട്ടു എന്നതാണ്. ഹി വാസ് ലെറ്റ് ഗോഡ് ലെറ്റ് ഹിം ഗോ ഫ്രീ. ദൈവം അവനെ വെറുതെ വിട്ടു. ദൈവം അവനെ ശിക്ഷിക്കാതെ, കൊല്ലപ്പെടാതെ പറഞ്ഞയച്ചു. എന്നാൽ ഈ 2ാമത്തെ മകനോ? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അതായത് പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം മനഃപ്പാഠം പോലെ അറിയാമായിരുന്ന ആളാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ ഈ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയിൽ കൊണ്ടുപോയ ആ ജീവിത കഥ വായിച്ചിട്ടുണ്ട്. ആ അമ്മ കാൽവരിയുടെ നെറുകയിൽ കുരിശിലേക്ക് മകനെ ഇങ്ങനെ ചേർത്ത് വെച്ച് പട്ടാളക്കാർ ആണി വെച്ച് ആണി അടിക്കുമ്പോൾ ആ അമ്മ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും. ആ ചിത്രം ഇതാണ്. പണ്ട് ഇതേ മലയിൽ അബ്രഹാം എന്ന മറ്റൊരപ്പൻ തൻ്റെ മകനെയും കൊണ്ട് ഇങ്ങനെ കത്തി ഉയർത്തുന്ന ആ നിമിഷാർദ്ധത്തിൻ്റെ നൊടിനാഴിക നേരത്തിനുള്ളിൽ മകനെ കൊല്ലരുതെന്ന് പറഞ്ഞ് ഒരു ദൈവസ്വരം മുഴങ്ങിക്കേട്ടത് ഈ അന്തരീക്ഷത്തിലാണ്. കണ്ണുപൂട്ടി ആ അമ്മ ഹൃദയം ഏകാഗ്രമാക്കി 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ ആ സ്വരം ഒരിക്കൽ കൂടി ഇവിടെ മുഴങ്ങണമേ, മകൻ്റെ കയ്യിൽ ആണി അടിക്കരുത്. പക്ഷേ ആ അമ്മയുടെ മുഴുവൻ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് പട്ടാളക്കാരൻ്റെ കയ്യിലെ ചുറ്റിക ഉയർന്നു താണു. യേശുവിൻ്റെ കയ്യിൽ ആണി അടിക്കപ്പെട്ടു. അവൻ്റെ കയ്യിലൂടെ ഈ രുധിരച്ചാല്, ചോരച്ചാല് ഒഴുകി. അപ്പോൾ എന്താണ് ഈ 2ാമത്തെ മകൻ്റെ തലവര? ആ 2ാമത്തെ മകൻ അവനെ വെറുതെ വിട്ടില്ല. ഒരാൾ വെറുതെ വിടപ്പെടുന്നു, മറ്റേയാൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. ഒരാൾ സ്വതന്ത്രനാവുന്നു, മറ്റേയാൾ കൊല്ലപ്പെടുന്നു. വിശുദ്ധ കുർബാന നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നറിയാമോ? ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടറി സാക്രിഫൈസ്. ഇത് ഒരാൾക്ക് പകരം മറ്റൊരാൾ ബലിയായതാണ്. ഇസഹാക്ക് വെറുതെ വിടപ്പെടുമ്പോൾ ക്രിസ്തു ഇസഹാക്കിനും ഇസഹാക്കിനെ പോലെയുള്ള തൻ്റെ മുഴുവൻ സഹോദരന്മാർക്കും പകരം ബലിയാവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത, ഇത് എനിക്ക് പകരം എൻ്റെ രക്ഷകൻ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. സത്യത്തിൽ ഈ ബലിപീഠത്തിൽ വെച്ച് വെട്ടിമുറിക്കപ്പെടേണ്ടിയിരുന്നത് ഞാനാണ്. കൊല്ലപ്പെടാൻ യോഗ്യത ഉള്ള സകല തിന്മകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് വരേണ്ടിയിരുന്ന ശിക്ഷ എനിക്ക് പകരം മറ്റൊരാൾ ഏറ്റെടുത്തതിൻ്റെ, എൻ്റെ രക്ഷകൻ ഏറ്റെടുത്തതിൻ്റെ ഓർമ്മയാണിത്. അതുകൊണ്ടാണ് ഓരോ കുർബാനയിലും അവൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കും. മരണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്നല്ല, അവൻ എനിക്ക് പകരം മരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു തലം നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് ഈ മെസ്സേജിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അർപ്പിക്കുന്നത് നമ്മൾ മറന്നു പോകാനും പാടില്ല. ഓരോ കുർബാനയും പാപപരിഹാര ബലിയാണ്. എന്തോരം കോടാനുകോടി പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ കാലിക ശിക്ഷയെക്കുറിച്ച് വായിക്കുകയായിരുന്നു. ടെമ്പറൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കോടിക്കണക്കിന് ഒരു കൂടാരം പോലെ ഇതിങ്ങനെ പൈലപ്പ് ചെയ്ത് നമ്മുടെയൊക്കെ മേളിൽ കിടപ്പുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളത്. അപ്പോൾ
എന്തോരം പാപമാണ് ഒരു ജീവിതത്തെ ഒരാൾ 24 മണിക്കൂറിൽ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പാപമൊന്നുമില്ല, പക്ഷേ ചിന്ത, നിലപാട്, പ്രവൃത്തി, എന്തെല്ലാം പാപമുണ്ട്. അപ്പോൾ നമ്മളറിയാതെ ഇങ്ങനെ കൂന കൂടി വലിയ ഒരു മഹാമേരു പോലെ, മഹാപർവ്വതം പോലെ ഇങ്ങനെ പാപം തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. അപ്പോൾ ഓരോ കുർബാനയും ഈ പാപത്തിൻ്റെ കെട്ട് അഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോവുക. പാപപരിഹാര ബലിയാണ്. അതുകൊണ്ട് ആ ഒരു അവബോധം കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ ഇന്നത്തെ പുണ്യം, നമ്മൾ പരിശീലിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് ഉത്സാഹമാണ്. ഡിലിജൻസ്, ഉത്സാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള തിന്മ ഏതാണ്? അലസതയാണ്. നമ്മൾ ഒത്തിരി സമയം ഇന്ന് വെറുതെ കളയുന്നുണ്ട്. പ്രത്യേകിച്ച് റീൽസ് കണ്ട്, അതുപോലെ ഷോർട്സ് കണ്ട്, പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, ഇതെല്ലാം നമ്മുടെ സമയം കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്ക്രോൾ ചെയ്താണ് നമ്മുടെ ലൈഫിൻ്റെ മുഴുവൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലസത എന്ന പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ ഇന്നൊരു നിയോഗം വെക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു 15 മിനിറ്റ് നാളെ രാവിലെ നേരത്തെ, സാധാരണ ഉണരുന്നതിൽ നിന്ന് ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ നമുക്ക് ഒരു തീരുമാനം, നമ്മുടെ ഒരു ടാസ്ക്കായിട്ട് എടുക്കാം. അതുപോലെ പ്രാർത്ഥന, ഒരു ബൈബിൾ വാക്യം നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയാക്കി മാറ്റാം. അത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. മനോഹരമായ ഒരു പ്രാർത്ഥനയാണത്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അത് നമുക്ക് പ്രാർത്ഥനയാക്കാം. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. നല്ല പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ഞങ്ങൾക്ക് പകരമാണ് അവിടുന്ന് മരിച്ചത്. ഞങ്ങളുടെ പാപങ്ങളാണ് അവിടുന്ന് ഏറ്റെടുത്തത്. ദൈവമേ, ഓരോ ബലിയിലും ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചോദിക്കാനും പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാനും വേണ്ട കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പാപം കൊണ്ടുവന്ന എല്ലാ തകർച്ചകളും എടുത്തു മാറ്റപ്പെടണമേ. കർത്താവേ, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, പാപം കൊണ്ടുവന്ന എല്ലാ തകർച്ചകളും ദോഷങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും കർത്താവെ നീ എടുത്തു മാറ്റി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കുടുംബങ്ങളെയും ദൈവമായ കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ തകർച്ചകളും നിങ്ങളുടെ ജീവിതഭാരങ്ങളും നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ആകുലതകളും കർത്താവ് ഏറ്റെടുത്ത് പരിഹരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം നനച്ചിട്ടില്ലാത്ത വഴികൾ തുറന്നു തരട്ടെ. ദൈവം നിങ്ങളുടെ അടഞ്ഞ പാതകളെ തുറന്ന് വഴികളെ വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അസാധ്യതകളെ ദൈവം സാധ്യതകളാക്കി മാറ്റട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അടഞ്ഞ അധ്യായങ്ങളും അവിടുന്ന് തുറന്ന് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ വിലയേറിയ ശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.